വിദ്യയും സുഖവും ഒരുമിച്ച് സഞ്ചരിക്കില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നാം വിദ്യയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ പോലും ചിന്തിക്കാത്ത അനവധി മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. കല്ലും മുള്ളും നിറഞ്ഞ മാർഗങ്ങളിലൂടെ വിജയം കാണുന്നത് വരെ, ശരിയായ വിദ്യ നേടുന്നത് വരെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സുഖം എന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നല്ല ഭക്ഷണം, ശരിയായിട്ടുള്ള ഉറക്കം, ഇങ്ങനെയുള്ള നമ്മൾ എന്തൊക്കെ സുഖമായിട്ട് കരുതിയിരുന്നു അതിനെ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. വീട് വിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമുക്ക് നമ്മുടെ നാട് തന്നെ വിട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ നിരവധി കഷ്ടപ്പാടുകളിലൂടെ, ത്യാഗങ്ങളിലൂടെ സുഖത്തെ ഉപേക്ഷിച്ച് ദുഃഖത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ശരിയായിട്ട് വിദ്യയെ നേടുന്നത്, വിജയത്തെ നേടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യയെ നേടാൻ ആഗ്രഹിക്കുന്നവന് സുഖം കൈവിടേണ്ടതായിട്ട് വരും. എന്നാൽ മറിച്ച് സുഖം തന്നെയാണ് നാം നേടണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യയെ ഉപേക്ഷിക്കണം എന്നാണ് പറയുക. കാരണം സുഖം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ശരിയായിട്ട് വിദ്യയെ നേടാൻ സാധിക്കുകയില്ല. നാം വിദ്യ നേടുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവാം. ആ പ്രതിസന്ധികളൊക്കെ വിദ്യയെ നേടുന്നതിൻ്റെ ഭാഗമായിട്ട് കരുതിക്കൊണ്ട് നമ്മൾ ആ സുഖത്തെ ഒരിക്കലും ചേർത്ത് പിടിക്കാതെ ആ വിദ്യയെ നാം കരസ്ഥമാക്കേണ്ടതാണ്. സംസ്കൃതത്തിൽ ഒരു സുഭാഷിതമുണ്ട്. സുഖാർത്ഥി ചേത് ത്യജേത് വിദ്യാം, വിദ്യാർത്ഥി ചേത് ത്യജേത് സുഖം. സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യയെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥിയാണ് എങ്കിൽ, വിദ്യയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സുഖത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. സുഖാർത്ഥിനഃ കുതോ വിദ്യ, വിദ്യാർത്ഥിനഃ കുതോ സുഖം. സുഖത്തെ ആഗ്രഹിക്കുന്നവന് വിദ്യ ഉണ്ടാകില്ല. അതുപോലെ വിദ്യയെ ആഗ്രഹിക്കുന്നവന് സുഖവും വളരെ ദുർലഭമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യ അഭ്യസിക്കുക, നേടുക എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്ന് പോകേണ്ടതായി തന്നെ വരും. പക്ഷേ അത് നാളെ വളരെ നല്ല ഒരു വിജയം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുതരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്.